ആര്യ രാജേന്ദ്രനെ ചവിട്ടിപ്പുറത്തിട്ട CPM പോരാട്ടം തുടരുമെന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കളം നിറഞ്ഞ് ആര്യ രാജേന്ദ്രൻ. എന്താണ് സംഭവിക്കുന്നത്? ആര്യ രാജേന്ദ്രന് അധികാര കസേര ഒരു ഭ്രമമാണ്. അധികാര കസേരയിൽ കയറിയതിനു ശേഷം വലിയ വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൂടിയാണ് ആര്യ രാജേന്ദ്രൻ. ധാർഷ്ട്യവും അഹങ്കാരവും തന്നിഷ്ടവും ഒക്കെയാണ് ആര്യ രാജേന്ദ്രന്റെ മുഖമുദ്ര. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ വലിയൊരു നവോത്ഥാനമായിരുന്നു ആര്യ രാജേന്ദ്രനെ മേയറാക്കിക്കൊണ്ട് CPM പടുത്തുയർത്തിവിട്ടത്. പക്ഷേ അത് CPMന്റെ തന്നെ തല ചിതറിക്കുന്ന നീക്കമായിരുന്നു എന്ന് അന്ന് CPMന്റെ മുതിർന്ന നേതാക്കൾക്ക് മനസ്സിലായില്ല. ഇന്നിപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്നിപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പട്ടിക പുറത്തുവിട്ടപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ LDF ആര്യ രാജേന്ദ്രനെ വെട്ടി ഒതുക്കി മാറ്റി നിർത്തി. ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷനിൽ കാണിച്ചുകൂട്ടിയ ഭരണം അത് CPMന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ സ്ഥിരം ആര്യ രാജേന്ദ്രനെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നു. അതായത് ആര്യ രാജേന്ദ്രൻ ഈ പാർട്ടിയുടെ മാനം കളയുകയാണ് ഇന്നുവരെ മുതിർന്ന നേതാക്കൾക്ക് പച്ചയ്ക്ക് പറയേണ്ടി വന്നു. തിരുവനന്തപുരത്ത് പലതവണ നടന്ന CPM യോഗങ്ങളിലൊക്കെ പ്രധാന വിഷയവും ഈ ആര്യ രാജേന്ദ്രൻ തന്നെയായിരുന്നു. ആര്യ രാജേന്ദ്രന്റെ ഈ ധാർഷ്ട്യം ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് മുതിർന്ന നേതാക്കൾ എത്രയോ തവണ പൊട്ടിത്തെറിച്ച് സംസാരിച്ചിരുന്നു. ഒടുക്കം മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ലിസ്റ്റിട്ടപ്പോൾ ആര്യ രാജേന്ദ്രന്റെ പേര് മാറ്റി നിർത്തിയിരിക്കുന്നു. പിണറായി വിജയനുമായും മുഹമ്മദ് റിയാസുമായും എന്തിനേറെ വീണ വിജയനുമായും ഒക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ആര്യ രാജേന്ദ്രൻ. എന്നിട്ടും ആര്യ രാജേന്ദ്രനെ പട്ടികയിൽ പരിഗണിച്ചില്ല. അതിന്റെ കാരണം അന്വേഷിക്കുകയാണ് എല്ലാവരും. അല്ലെങ്കിൽ തന്നെ ആര്യ രാജേന്ദ്രനെ കൊണ്ട് CPM മടുത്തിരിക്കുകയാണ്. ഇനിയും തലയിൽ എടുത്തു വയ്ക്കാൻ അവർക്ക് വയ്യ. എന്തായാലും സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ ആര്യ രാജേന്ദ്രനെ ഒഴിവാക്കി, അല്ലെങ്കിൽ മറന്നു എന്ന് വേണം കരുതാൻ. ഈ കാണുന്ന തിരുവനന്തപുരം കോർപ്പറേഷനെ ഈ നിലയിൽ എത്തിച്ചത് മാറി മാറി വന്ന ഇടത് സർക്കാരാണെന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാ തിരഞ്ഞെടുത്തപ്പോൾ ഈ വികസന നേട്ടങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ പരിഗണിച്ചില്ല എന്നുള്ള ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. അപ്പോൾ അതിന് ഒരു കാരണമേ ഉള്ളൂ. വികസിപ്പിച്ച് ആര്യ സ്വന്തം കുടുംബം വികസിപ്പിച്ചു എന്നാണ് പരിഹാസം വരുന്നത്. ആര്യ രാജേന്ദ്രന്റെ രീതികൾ അത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമില്ല. അധികാര കസേരയിൽ ഇരിക്കുമ്പോഴൊക്കെ എന്തോ ചെങ്കോലും കിരീടവും കിട്ടിയ ഒരു അഹങ്കാര ഭാവമായിരുന്നു ആര്യ രാജേന്ദ്രന്. അത് പച്ചയ്ക്ക് പല വേദികളിൽ പലരും തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നിസാരം ഇപ്പോഴും പറയുന്ന ഉദാഹരണം യദുവുമായിട്ടുണ്ടായിരുന്ന വിഷയമായിരുന്നു. ഒന്ന് ഓർത്തു നോക്കണം. ഒരു ബസ് നട റോഡിൽ തടഞ്ഞിട്ടുകൊണ്ട് നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും റോഡിൽ ഷോ കാണിക്കുകയായിരുന്നു. ആ ഷോ ഇറക്കിയതോടുകൂടിയാണ് ആര്യ രാജേന്ദ്രൻ വെട്ടി ഒതുക്കപ്പെട്ടത്. അതായത് ആര്യയെ ഇനി വളരാൻ അനുവദിക്കരുത് എന്ന മുതിർന്ന നേതാക്കൾക്ക് പോലും പറയേണ്ടി വന്നത് ആ ഒരു സംഭവത്തോടു കൂടിയാണ്. ആര്യ രാജേന്ദ്രനാകട്ടെ മേയർ കസേര ഇനി കിട്ടിയില്ലെങ്കിലും MLA കസേര നോക്കിയിരിക്കുകയാണ്. നേമത്താണ് MLA കസേര നോക്കിയിരിക്കുന്നത്. അവിടെയും വെട്ടാനാണ് സാധ്യത. കാരണം ആര്യയെ കാണിച്ചു കഴിഞ്ഞാൽ 10 വോട്ട് കിട്ടില്ല. അത് കൃത്യമായി CPMന്റെ നേതാക്കൾക്കറിയാം. അതുകൊണ്ട് ആര്യ രാജേന്ദ്രനെ താങ്ങി ആരും മുന്നോട്ടേക്ക് വന്നേക്കരുത് എന്ന് തന്നെ കട്ടായം പറഞ്ഞിരിക്കുകയാണ് CPM. ആര്യയുടെ പേര് പറഞ്ഞ വോട്ട് പിടിക്കാൻ ഇറങ്ങിയാൽ കിട്ടുന്ന വോട്ടും പോയി കിട്ടുമെന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് ആരും തന്നെ ഇത്തവണ ആര്യ രാജേന്ദ്രനെ പിന്തുണച്ച് സംസാരിച്ചതുമില്ല. പൊങ്കാല കല്ല് മുതൽ കണ്ടതെല്ലാം വിറ്റുപെറുക്കി കീശയിലാക്കിയിട്ടും ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ പൊറോട്ടയ്ക്ക് കാശെഴുതി മേടിച്ചും വോട്ട് തന്നെ മുതിർന്ന നേതാക്കന്മാർക്ക് പോലും ഒരു വിലയുമില്ലാതെ പരിഹസിച്ചും പ്രായം കുറഞ്ഞ മേയർ പദവി ഹുങ്ക് പറഞ്ഞും ആളായതടക്കം മേയറമ്മയ്ക്ക് ഇരട്ടടിയായി എന്ന് വേണം ഇപ്പോൾ പറയേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് നവീകരിക്കാത്ത നീന്തൽക്കുളത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ എഴുതിയെടുത്ത് നീന്തൽക്കുളം എന്ന പ്രചാരണത്തിൽ വയൽ ഉദ്ഘാടനത്തിനിറങ്ങിയ മേയർ ആര്യ രാജേന്ദ്രനെ നാട്ടുകാരും BJP പ്രവർത്തകരും ചേർന്ന് അവിടെ നാട്ടി ഓടിച്ചത്. ഇതുപോലെയുള്ള അഴിമതി കഥകൾ ഒരുപാടുണ്ട്. ആര്യ രാജേന്ദ്രനെ കുറിച്ച് പറയാൻ കുറെ ഏറെയുണ്ട്. അതുകൊണ്ടൊക്കെ ആകാം പാർട്ടിയിൽ നിന്ന് ആര്യയുടെ പേര് വെട്ടിക്കളഞ്ഞത്. പാർട്ടിക്കുള്ളിൽ ആര്യയോടുള്ള കല്ലുകടിയും ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. പിണറായി വിജയനും മുഹമ്മദ് റിയാസും വീണ വിജയനും ഒക്കെ മാത്രം ഇഷ്ടമായാൽ കാര്യമില്ല. പാർട്ടിയിലെ പലരും ആര്യയ്ക്ക് അംഗീകാരം കൊടുത്താൽ മാത്രമേ ഇനിയൊരു അധികാര കസേരയിലേക്ക് ഈ പറയുന്ന ആര്യ രാജേന്ദ്രന് എത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 93 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് LDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൗണ്ട് കാവ്, വെങ്ങാനൂർ,
ഭീമാപള്ളി, കാലടി, ഫോർട്ട് ശ്രീകണ്ഠേശ്വരം, കരമന, മേലാക്കോട എന്നിവിടങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. 70 സീറ്റുകളിൽ CPM മത്സരിക്കും. 17 സീറ്റുകളിൽ CPIM, 3 സീറ്റുകളിൽ വീതം കേരള കോൺഗ്രസ് M, RJD മത്സരിക്കും. നേതാക്കൾ: ജനതാദൾ S2, INL 1, കോൺഗ്രസ് S1, NCP 1, കേരള കോൺഗ്രസ് B1, ജനാധിപത്യ കേരള കോൺഗ്രസ്, JSS എന്നിങ്ങനെയാണ് മറ്റ് ഘടകകക്ഷികളുടെ കക്ഷിനില. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ വേദിയിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഇല്ലാതെ പോയത് അവർ കോഴിക്കോടായതുകൊണ്ടാണെന്ന് നേതാക്കൾ അറിയിക്കുകയും ചെയ്തു. എന്തായാലും പ്രഖ്യാപനത്തിന് പിന്നാലെ ആര്യ രാജേന്ദ്രൻ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. എന്നെ ഇവിടെ വരെ വളർത്തിയ പാർട്ടിക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ആര്യ രാജേന്ദ്രൻ ആ കുറിപ്പ് പങ്കുവച്ചത്. അതിൻ്റെ താഴെ പോരാട്ടം തുടരും എന്നൊരു കുറിപ്പ്, ഒരു വാക്ക് എഴുതിയിരുന്നു. ഈ ഒരു വാക്ക് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആര്യയ്ക്ക് നേരെ ട്രോളുകയാണ് ട്രോളന്മാർ എല്ലാവരും കൂടി. അതായത് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കൊടുക്കാത്തത് കൊണ്ടാണ് താൻ പോരാട്ടം തുടരുമെന്ന് ആര്യ രാജേന്ദ്രൻ പറയാതെ പാർട്ടിയോട് പറഞ്ഞതാണോ എന്നുള്ള ചോദ്യമാണ് ആര്യയുടെ ഫേസ്ബുക്കിൽ വരുന്നത്. ആര്യ പറയുന്നത്: ഞാൻ ജനിച്ചു വളർന്ന ഒരു സാധാരണ കുടുംബത്തിലാണ്. തൊഴിലാളികളായ അച്ഛൻ, അമ്മ, ചേട്ടൻ എന്നിവർ അടങ്ങുന്ന കുടുംബ സാഹചര്യം, അച്ഛൻ്റെ അമ്മയുടെ ഉയർന്ന രാഷ്ട്രീയ ബോധം തുടങ്ങി നിരവധി കാരണങ്ങൾ കൊണ്ട് ഞാനും ചേട്ടനും ഓർമ്മ വച്ച കാലം മുതൽ ബാലസംഘം പരിപാടികൾ ഉൾപ്പെടെ സാധ്യമായ എല്ലാ പാർട്ടി പരിപാടികളിലും അവരോടൊപ്പം പങ്കെടുക്കുമായിരുന്നു. എൻ്റെ ബാല്യ കൗമാര കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒരു സാധാരണ കുടുംബം എന്ന നിലയിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികൾ ഉൾപ്പെടെ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ പഠനകാലം മുതൽ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോഴും അച്ഛനും അമ്മയും ഒരിക്കൽ പോലും ആ സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരാതിരുന്നിട്ടില്ല. വാടക വീട്ടിലെ പരിമിതമായ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത്. എന്നിലെ രാഷ്ട്രീയത്തെ പാകപ്പെടുത്തുന്നതിൽ ആ ജീവിതം നൽകിയ പാഠങ്ങൾ എത്രമാത്രം സ്വാധീനം ചെലുത്തിയെന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. മുന്നിൽ വരുന്ന മനുഷ്യന്റെ മുഖം വാടിയിരിക്കുന്നതിന്റെ കാരണം വിശന്നാണോ വിഷമിച്ചിട്ടാണോ എന്ന് തിരിച്ചറിയാൻ എന്നെ പഠിപ്പിച്ചത് ആ ജീവിതമാണ്. 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി എന്നെ തീരുമാനിക്കുമ്പോൾ എൻ്റെ പ്രായം 21. കോളേജ് പഠനവും സൗഹൃദവും സംഘടനാ ഉത്തരവാദിത്വത്തിൽ മാത്രം ശ്രദ്ധിച്ച് കേന്ദ്രീകരിച്ചിരുന്ന എനിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക തന്നെ അത്ര സുപരിചിതമായ കാര്യമായിരുന്നില്ല. എങ്കിലും മുൻപ് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, സ്ക്വാഡ് പ്രവർത്തനത്തിന് സ്ഥാനാർത്ഥികളോടൊപ്പം പോയ പരിചയമുണ്ട്. പക്ഷേ കൂട്ടത്തിലെ ചെറിയ കുട്ടികളായ തങ്ങളെ ആളുകൾ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരായി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കെപ്പോഴും സംശയമാണ്. അങ്ങനെ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ, മുടവൻമുകളിലെ സഖാക്കളുടെ ശക്തമായ പ്രവർത്തനം, കൃഷ്ണൻ സഖാവിൻ്റെ നേതൃത്വം, ജനങ്ങളുടെ പിന്തുണ, സ്നേഹം എല്ലാം കൊണ്ട് ചരിത്രമുറങ്ങുന്ന മുടവൻമുകൾ മണ്ണിൽ ഞാൻ വിജയിച്ചു. 2020 ഡിസംബർ 21 കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പതുക്കെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. പിന്നീടാണ് പാർട്ടി കമ്മിറ്റികൾ ചേർന്ന മേയറായി ചുമതല നൽകി. ജീവിതത്തിലെ ഈ 5 വർഷം എന്നെ സംബന്ധിച്ച് അതിപ്രധാനമാണ്. ഇനി ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഈ കാലത്തിനിടെ ഞാൻ നേടിയിട്ടുണ്ട്. വ്യക്തി അധിക്ഷേപം മുതൽ നട്ടാൽ കുരുക്കാത്ത നുണകളുടെ കോട്ടകളെല്ലാം തകർത്ത് ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ സംരക്ഷിച്ചതും എൻ്റെ പാർട്ടി എന്നെ ചേർത്തു നിർത്തിയതും ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. എത്രയോ ജീവിത സാഹചര്യങ്ങൾ, എത്രയോ കരുതലുകൾ, എത്രയോ സ്നേഹബന്ധങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിയ നിമിഷങ്ങൾ ഈ 5 വർഷങ്ങൾക്കിടയിലുണ്ട്. നാം അനുഭവിച്ച ജീവിത സാഹചര്യങ്ങളേക്കാൾ പ്രയാസമേറിയ ജീവിത സാഹചര്യങ്ങളിലെ മനുഷ്യരെ കണ്ടെത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന തീരുമാനങ്ങൾ തുടങ്ങി എണ്ണിയാൽ തീരാത്ത അത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെ അഭിപ്രായവും നിർദ്ദേശവും കേട്ട ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന നിലവാരത്തിലേക്ക് നഗരത്തെ ഉയർത്താൻ സാധിച്ചു. രാജ്യത്ത് ആദ്യമായി സുസ്ഥിര വികസനത്തിനുള്ള UN ഹാബിറ്റാറ്റ് അവാർഡ് നമ്മുടെ നഗരത്തിന് ലഭിക്കുമ്പോൾ എൻ്റെ പേരിനൊപ്പം തിരുവനന്തപുരം ഇന്ത്യ എന്ന് വിളിച്ചത് ഇപ്പോഴും അഭിമാനത്തോടെ ഓർക്കുകയാണ്. എന്തായാലും ആര്യ രാജേന്ദ്രൻ്റെ അഭിമാനമായ നിമിഷങ്ങളൂടെ ആര്യ രാജേന്ദ്രൻ കടന്നു പോകുമ്പോഴും പാർട്ടി ആര്യയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.